ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദളിത് വിവേചനം നടന്നു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യൂണിയൻ ചെയർമാൻ ശ്രീദേവും പറഞ്ഞു. അടൂരിന്റെ പ്രതികരണത്തിൽ ഈ അന്വേഷണ കമ്മീഷൻ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അതിൽ ഏകദേശം യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ആ റിപ്പോർട്ടുകളെ തള്ളിക്കൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോൾ ഈ പ്രസിഡന്റ് അടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങളതിനെ കൗണ്ടർ ആർഗ്യുമെന്റിനെ പറ്റി നമ്മൾ ആ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് രാജി സ്വാഗതം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കെതിരായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അക്കാര്യത്തിൽ ഇല്ല, അന്വേഷണം നടത്തിയാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യം ഞങ്ങൾ അന്നും ഇന്ന് എപ്പോഴും പറയണത് ഏത് തരത്തിലുള്ള അന്വേഷണം പോയാലും അത് എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും അത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലുള്ളൂ. ഞങ്ങൾക്ക് അതൊരു തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ പോലും ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഈ ശുചീകരണ തൊഴിലാളികളിൽ ദളിത് ആളുകളില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അദ്ദേഹത്തിന് ശങ്കർ മോഹന്റെ വീട് ക്ലീൻ ചെയ്തിൽ അക്കാര്യങ്ങളും അതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു ഈ സമരം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതോ ഇപ്പോൾ ഈ ജാതി വിവേചനം എന്ന് പറയുമ്പോൾ അതിൽ 5 പേരിൽ ഒരാൾ OEC ആണ്. ആ OEC എന്ന് പറയുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആ പുള്ളിക്കാരി ഇതുവരെ ജോലിക്ക് വിളിച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെ ഒരു ദളിത് വിവേചനം. അതല്ലാതെ ജാതി വിവേചനം അവിടെ നടക്കുന്നുണ്ട്. ഈ വരുന്ന ഈ കമ്മ്യൂണിറ്റി ഏതോ ആയിക്കോട്ടെ, അവരെ വിളിച്ച് അവരുടെ ജാതി ഏതാ, അവരുടെ ജോലി ഏതാ, അങ്ങനെ ചോദിക്കുമ്പോൾ അതൊരു വിവേചനപരമായ സമീപനം തന്നെയാണ്. അതൊരു പക്ഷെ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും അതൊരു വിവേചനമാണോ എന്ന് വിശ്വാസം. വിവേചനം എന്ന് പറയുമ്പോൾ ദളിത് വിവേചനം മാത്രമാണ് എന്ന് കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.